മഹാരാഷ്ട്ര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 5 നടക്കും. മുംബൈയിലെ ആസാദ് മൈതാനത്ത് വെച്ചാണ് സത്യപ്രതിജ്ഞ നടക്കുക. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെയാണ് വിവരം സ്ഥിരീകരിച്ചത്. ദേവേന്ദ്ര ഫട്നാവിസ് പ്രധാന മുഖ്യമന്ത്രിയായി. പുതിയ മഹാരാഷ്ട്ര സർക്കാർ ഡിസംബർ 5 അധികാരമേൽക്കും. മുംബൈയിലെ ആസാദ് മൈതാനത്ത് വെച്ചാണ് സത്യപ്രതിജ്ഞ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെയാണ് തീരുമാനം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുക്കും. നവംബർ 23 മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതലുള്ള മന്ത്രിസഭാ രൂപീകരണ അനിശ്ചിതത്വത്തിന് ഏതാണ്ട് വിരാമമാകുകയാണ്. മുഖ്യമന്ത്രിയാകുക ദേവേന്ദ്ര ഫട്നാവിസ് ആണോ അതോ ഏക്നാഥ് ഷിൻഡെയാണോ എന്ന തർക്കത്തിലും ഏതാണ്ട് തീരുമാനമായതായാണ് സൂചനകൾ. ബി.ജെ.പി. നേതാവ് ഫട്നാവിസ് തന്നെയാകും മുഖ്യമന്ത്രി. എന്നാൽ സത്യപ്രതിജ്ഞാ തീയതി തീരുമാനമായെങ്കിലും മുഖ്യമന്ത്രി കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം വന്നാൽ മുംബൈയിൽ ഇക്കാര്യം നേതാക്കൾ പ്രഖ്യാപിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 288 സീറ്റുകളിൽ 234 സീറ്റുകൾ നേടിയാണ് മഹായുതി സഖ്യം വിജയം കൊയ്തത്. 132 സീറ്റുകൾ നേടി ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ബി.ജെ.പി. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതിനാൽ തന്നെ ഫട്നാവിസിനാണ് കേന്ദ്ര നേതൃത്വം മേൽക്കൈ നൽകിയത്. എന്നാൽ ഷിൻഡെ തടസ്സം നിൽക്കുകയായിരുന്നു. നവംബർ 26 ചൊവ്വാഴ്ച മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഷിൻഡെ ഇടക്കാല മുഖ്യമന്ത്രിയായി തുടരുകയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.